ഓശാന ഞായറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 9 വാക്യം. യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രന് ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഞങ്ങളെ രക്ഷിക്കണമേ. ജൈവിളികളുടെ കരങ്ങൾ ഉയർത്തുകയും ആർപ്പുവിളിയോടെ അവനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവജനം പറഞ്ഞ പ്രാർത്ഥന വ്യത്യസ്തമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ പുറത്തു നിൽക്കുന്നവർക്കിതൊരു ജൈവിളിയാണ്, പുറത്തു നിൽക്കുന്നവർക്കിതൊരു ആഘോഷമായ ഒരു ശബ്ദാരവമാണെന്ന് തോന്നാം. എന്നാൽ ഇതൊരു നിലവിളിയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. യേശു തമ്പുരാൻ തൻ്റെ മരണത്തിൻ്റെ യാത്രയിലാണ്. ഈ മരണത്തിൻ്റെ യാത്രയിൽ ജനമൊരുമിച്ച് മുൻപിൽ നിന്നവരും പിൻപിൽ നിന്നവർക്കും നിലവിളിക്കാനുള്ള ഒറ്റ പ്രാർത്ഥന ഇത് മാത്രമേ ഉള്ളൂ, എന്നെ രക്ഷിക്കണമേ എന്ന്. സ്നേഹമുള്ള ദൈവവേദരെ, ഇതിൽ സുന്ദരമായൊരു പ്രാർത്ഥന ഇനി നമുക്ക് ഇന്ന് നിലവിളിക്കാനില്ല. ഇന്ന് നാവ് തുറന്ന് വിളിക്കാൻ പറ്റുന്ന മനോഹരമായ പ്രാർത്ഥന ഇത് തന്നെയാണ്, ഓശാന എന്ന. ഓശാന കൊണ്ട് നമ്മൾ കുരുത്തോലകൾ ഉയർത്തിപ്പിടിക്കും. നമ്മൾ പൂക്കൾ, മണമുള്ള പൂക്കൾ എടുത്ത് ഇങ്ങനെ വാരി വിതറും. ഈ വാരി വിതറുന്നിടയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇത് തന്നെ ആവണം. ഈ മണത്തിലും ഈ പച്ചപ്പുള്ള ഈ കുരുത്തോലകളിലും മനസ്സ് അടങ്ങി നിൽക്കരുത്. അവിടെ നിന്ന് പോകണം. അവിടെ നിന്ന് പോയി നിലവിളിയിലേക്ക് കരയറണം. എന്നെ രക്ഷിക്കണമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമേ, എൻ്റെ ഇടവകയെ രക്ഷിക്കണമേ. ഇതിൽ സുന്ദരമായ പ്രാർത്ഥന നമുക്ക് വേറൊന്നില്ല. രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ. ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗം മാത്രമാണ് നമ്മുടെ രക്ഷയ്ക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് ഉറച്ച് സ്വർഗത്തെ നോക്കി വിളിക്കാം, എന്നെ രക്ഷിക്കണമേ. ആമേൻ.